1500 2000 ഇടയിലുള്ള ഷൂസാണ് നമ്മൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് റണ്ണിങ് ഷൂ പ്രൈസസിൻ്റെ വീഡിയോ സീരീസിൽ ഇന്ന് ചെയ്യുന്നത്. A6 ജെൽ കോണ്ടന്റ് 4B+ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഷൂ. ഇതിൻ്റെ യൂഷ്വൽ പ്രൈസ് വരുന്നത് അറൗണ്ട് 4K ആണ്. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് കാണുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ A6 വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ 1999 ഈ ഷൂ അവൈലബിൾ ആണ്. ഇതിനാകെ ഉള്ളൊരു ഡൗൺ സൈഡ് ഇതിൻ്റെ സോള് കുറച്ച് ഹാർഡാണ്. ഒരുപാട് കുഷനൊന്നും വരുന്ന ഷൂസ് അല്ല. അതുകൊണ്ട് തന്നെ ഓടുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ, പക്ഷേ A6 ഷൂസിൻ്റെ പക്കാ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഷൂ ആണ്. ഡെക്കാത്തലോണിൻ്റെ ജോഗ്ഫ്ലോ 100.1 ആണ് നമ്മുടെ അടുത്ത ഷൂ. സോ ജോഗ്ഫ്ലോ 100.1 വളരെ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഷൂ ആണ്. പക്ഷേ ബിഗിനേഴ്സിന് പറ്റിയൊരു ഷൂ ആണ്. ഇതിൻ്റെ ആകെ ഉള്ളൊരു ഡൗൺ സൈഡ് ഡെക്കാത്തലോൺ തന്നെ ഇതിൻ്റെ വീക്ക്ലി മൈലേജ് ആയിട്ട് പറയുന്നത് 10 കിലോമീറ്ററാണ്. അതായത് 2 5K റൺ ഒരു വീക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമുള്ള ഒരു ഷൂ ആണ്. നിങ്ങളുടെ റണ്ണിങ് മൈലേജ് അത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ റിക്രിയേഷണൽ റണ്ണറാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. ജോഗ്ഫ്ലോ 100.1 പ്രൈസ് വരുന്നത് 1599 ആണ്. സെയിൽ വരുമ്പോൾ അത് വീണ്ടും ഡ്രോപ്പ് ആവും. സോ ഒരു ബിഗിനർ സ്റ്റേജിൽ ഷോർട്ട് റൺസിനൊക്കെ പറ്റിയൊരു ഷൂ ആണ്. അടുത്ത ഞാൻ പറയാൻ പോണ രണ്ടും അഡിഡാസിൻ്റെ മോഡൽസാണ്. നമുക്ക് അഡിഡാസിൻ്റെ ഒരു എൻട്രി ലെവൽ ട്വിൻസ് എന്ന് പറയാം. ഒന്ന് ഡ്രോഗോ M എന്ന് പറഞ്ഞ മോഡൽ, ഒന്ന് ഗ്ലാറസ് എന്ന് പറഞ്ഞ മോഡൽ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നതാണ് ഈ രണ്ട് ഷൂസും. കാണാൻ ഏകദേശം സിമിലർ ആണ്, എൻട്രി ലെവലാണ്. രണ്ടും ലൈറ്റ് വെയ്റ്റ്. 1520 ആണ് ഡ്രോഗോൻ്റെ പ്രൈസ് വരുന്നത്, 1620 ആണ് ഗ്ലാറസിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്കൊരു ലൈറ്റ് വെയ്റ്റ് എൻട്രി ലെവൽ റണ്ണിങ് ഷൂ ആണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഷൂ മോഡൽസാണ് ഗ്ലാറസും ഡ്രോഗോയും. ഇന്ത്യൻ റണ്ണിങ് ഷൂ സീനിൽ അത്യാവശ്യം നല്ല ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് ബ്രാൻഡ്സാണ് കൾട്ടും അതേപോലെ തന്നെ റെഡ് ടേപ്പും. അതിൽ ഞാൻ ആദ്യം പറയാൻ പോണ റെഡ് ടേപ്പിൻ്റെ ETPU ഷൂസാണ്. അതിന് സ്പെസിഫിക് മോഡൽ നെയിംസ് ഒന്നുമില്ല, പക്ഷേ കുറച്ച് മോഡൽസ് കുറച്ച് പോപ്പുലറാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെഗസസ് ഉണ്ട്. അങ്ങനെ 1-2 ETPU മോഡൽസ് കുറച്ച് പോപ്പുലറാണ്. പക്ഷേ റെഡ് ടേപ്പ് ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനത്തെ നെയിംസ് ഒന്നും കൊടുക്കാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ അവർ പ്രൊമോട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ETPU ഷൂസ് എന്ന് അടിക്കുമ്പോഴത്തേക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഷൂസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന 1500, 1600, 1700 ആ റേഞ്ചാണ്. അത് സെയിൽ വരുമ്പോൾ 1300 ലിസ്റ്റായി വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ. റെഡ് ടേപ്പിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷൂസാണ്. ഒരു ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസ് വരെയൊക്കെ നിങ്ങൾക്ക് ഓടാം. ഒരേ ഒരു പ്രശ്നമുള്ളത് റെഡ് ടേപ്പ് ഒരു 3-4 മാസം നമ്മൾ ഹെവി ആയിട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സോള് ഫ്ലാറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഷൂസ് കുറച്ച് ഹെവി ആണെങ്കിലും റണ്ണിങ് ഷൂസിൽ റീസെൻ്റ്ലിയാണ് കൾട്ട് അതിൻ്റെ ഫുഡ് സ്റ്റെപ്സ് വയ്ക്കുന്നത്. അവർക്ക് 4 മോഡൽസാണ്. കുറേ പേര് റിവ്യൂസിലൊക്കെ സ്ട്രിക്സ്, ഡൈനക്സ്, ടോർക്ക്, കോസർ, ഇങ്ങനെ ഈ 4 റണ്ണിങ് ഷൂ മോഡൽസാണ് പലരും റിവ്യൂസിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്നത്. അതിൻ്റെ പോസിറ്റീവായിട്ട് പറയുന്നത് അതിൻ്റെ സോള് നല്ല സോഫ്റ്റാണ്, ലാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നെഗറ്റീവായിട്ട് പറയുന്ന ഷൂവിന് അത്രത്തോളം ക്വാളിറ്റി ഉള്ളത്, അതായത് അഡിഡാസിൻ്റെയും പ്യൂമയുടെയൊക്കെ ലെവൽ ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ആയില്ല എന്നും പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് ഈ 4 ഷൂസിനും കോമൺ ആണ്, 1999. അപ്പോൾ നമ്മൾ ഈ സീരീസ് അടുത്ത ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. 2500 താഴെയുള്ള ഷൂസ് ആയിരിക്കും നാളത്തെ വീഡിയോയിൽ. അത് മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ